ADGP അജിത് കുമാറിനെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി. പൂരം കലക്കിയതിലെ ഗൂഢാലോചന അന്വേഷിക്കണം. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ മൊഴിയായി പരിഗണിക്കണം. അജിത് കുമാറിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തണം. ഹൈക്കോടതിയിലെ അഭിഭാഷകനായ VR അനൂപാണ് പരാതി നൽകിയത്. അതിനിടയിലാണ് കേരള പോലീസ് അസോസിയേഷന്റെ സമ്മേളന വേദിയിൽ MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. സംസ്ഥാന പോലീസ് നേരിടുന്നത് ചരിത്രത്തിലില്ലാത്ത വിധം നാണക്കേടും പ്രതിസന്ധിയുമാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു SP PV അൻവർ MLAയും പത്തനംതിട്ട SP സുജിത് ദാസും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ നടന്നത് നാടകീയ രംഗങ്ങളായിരുന്നു. ADGPയെ കാണാൻ തിരുവനന്തപുരത്തെത്തിയ സുജിത് ദാസിനെ ക്യാബിനിൽ കയറ്റാൻ പോലും MR അജിത് കുമാർ തയ്യാറായില്ല. മാത്രമല്ല, സുജിത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകുകയും ചെയ്തു. പോലീസ് സേനയ്ക്കും സർക്കാരിനും നാണക്കേടുണ്ടാക്കി സുജിത്തിനോട് അടിയന്തരമായി ക്രമസമാധാന ചുമതല ഒഴിയാൻ സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് സുജിത്ത് 3 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചത്. ഇന്ന് വൈകിട്ടോടെ തന്നെ സുജിത്തിനെതിരെ അച്ചടക്ക നടപടിയും വകുപ്പ് തല അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. ADGP MR അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി PV അൻവർ MLA രംഗത്തെത്തുകയും ചെയ്തു. അജിത് കുമാർ കൊട്ടാരം പണിയുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. കവടിയാർ കൊട്ടാരത്തിനടുത്ത് അജിത് കുമാർ ഇതിനായി സ്ഥലം വാങ്ങിയെന്നും ആഡംബര വീടാണ് നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയും ചെയ്തു. കവടിയാറിൽ 12,000 ചതുരശ്ര അടിയിലുള്ള വീടാണ് അജിത് കുമാർ നിർമ്മിക്കുന്നത്. കവടിയാർ കൊട്ടാരത്തിനടുത്ത് ഇതിനായി അജിത് കുമാറിന്റെ പേരിൽ 10 സെന്റും അളിയന്റെ പേരിൽ 12 സെന്റും വാങ്ങി. സോളാർ കേസ് അട്ടിമറിച്ചതിൽ ADGP അജിത് കുമാറിന് പങ്കുണ്ട്. എടവണ്ണ കേസിൽ നിരപരാധിയെ കുടുക്കി അൻവർ ആരോപിച്ചു. സോളാർ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ ADGP MR അജിത് കുമാറാണെന്ന് അൻവർ പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ സർക്കാർ അന്വേഷണത്തിന് പോലീസ് മേധാവി അന്വേഷിക്കുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നത്. എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു. ഒരു മുൻവിധിയും ഉണ്ടാവില്ല. ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഉയർന്നു വന്ന പ്രശ്നങ്ങൾ എല്ലാം ഗൗരവം നിലനിർത്തി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. അച്ചടക്കമാണ് പ്രധാനം. അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വച്ചുപൊറുപ്പിക്കില്ലെന്നും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. വേദിയിൽ പോലീസ് മേധാവിയും ADGPയും എത്തിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്വേഷണം പോലീസ് മേധാവി നടത്തുമെന്ന വിലയിരുത്തലുണ്ടാകുന്നത്. അതല്ല ADGP അജിത് കുമാറിനെതിരായ അന്വേഷണം, അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന വിലയിരുത്തലുണ്ട്. DGP റാങ്കിൽ 4 ഉദ്യോഗസ്ഥരാണുള്ളത്.